പുള്ളിത്തലക്കെട്ട്. കഴിഞ്ഞ 8 വർഷങ്ങളായി എൻ്റെ സ്നേഹിതൻ ഷെർലക് ഹോംസിൻ്റെ കുറ്റാന്വേഷണ രീതിയെക്കുറിച്ച് പഠിക്കാൻ ഞാൻ തയ്യാറാക്കിയ 70-ൽ പരം കേസുകളുടെ കുറിപ്പുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ദുരന്തങ്ങളും സരസങ്ങളുമായവ അവയിലുണ്ടെന്ന് കാണാം. പക്ഷേ സാമാന്യമെന്ന് പറയാവുന്നവ ഒന്നുപോലും അതിലില്ല. കാരണം ധനത്തേക്കാൾ സ്വന്തം തൊഴിലിനെ സ്നേഹിച്ചിരുന്ന ഹോംസ് അസാധാരണമോ അപൂർവമോ അല്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. വൈവിധ്യമാർന്ന ഇത്തരം കേസുകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് പ്രശസ്തമായ സ്റ്റോക്ക് മോറാർ കുടുംബത്തിലെ റോയ് ലോട്ടുകാരുമായി ബന്ധപ്പെട്ട സംഭവം. അതിലെ രംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. ഹോംസുമായി എൻ്റെ ചങ്ങാത്തം ആരംഭിച്ച ഇടയ്ക്കാണ് സംഭവം നടക്കുന്നത്. അന്ന് ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെ മുറികളിൽ അവിവാഹിതരായി കഴിയുകയായിരുന്നു. ഈ കഥ ഇതിനു മുമ്പ് തന്നെ ഞാൻ രേഖപ്പെടുത്തിയേനെ. പക്ഷേ അങ്ങനെ ചെയ്യുകയില്ലെന്ന് ഒരു മഹതിയോട് ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം അവർ അകാല ചരമമടഞ്ഞതുമൂലം ആ ബാധ്യതയിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി രഹസ്യം വെളിപ്പെടുത്തുന്നതിൽ അപാകതയില്ല. മാത്രമല്ല, ഡോക്ടർ ഗ്രിംസ്ബി റോയ്ലോട്ടിൻ്റെ മരണത്തെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള ഊഹാപോഹങ്ങൾ സത്യത്തേക്കാൾ ഭീകരമായി തീർന്നിട്ടുള്ളതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ എല്ലാം തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണ് താനും. 1883 ഏപ്രിലിലെ ഒരു പ്രഭാതം ഞാൻ ഉറക്കമെണീറ്റപ്പോൾ ഷെർലക് ഹോംസ് എൻ്റെ കട്ടിലിനരികിൽ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നു. പതിവായി താമസിച്ച് ഉണരുന്ന ആളാണ്. മണി 7:15 ആയുള്ളൂവെന്ന് ചുമരിലെ ക്ലോക്ക് ചൂണ്ടിക്കാണിച്ചു. തെല്ലതിശയത്തോടെ ഞാൻ മിഴിച്ചു നോക്കി. എപ്പോഴും സമയനിഷ്ഠ പാലിക്കാറുള്ള എനിക്ക് അല്പം നീരസവും ഉണ്ടാവാതിരുന്നില്ല. വാട്സൺ, നിങ്ങളെ വിളിച്ചുണർത്തുന്നതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാം? മിസ്സിസ് ഹാഡ്സനെ ആരോ വിളിച്ചുണർത്തി. അവർ എന്നെയും ഞാൻ നിങ്ങളെയും. എന്തുപറ്റി? അഗ്നിബാധയോ മറ്റോ? ഇല്ല, ഒരു കക്ഷി പരിഭ്രമിച്ചവശയായ ഒരു യുവതി എന്നെ കാണാൻ വന്നിരിക്കുന്നുവെന്ന്. അവരിപ്പോൾ താഴെ സ്വീകരണ മുറിയിലുണ്ട്. ഈ സമയത്ത് നഗരത്തിൽ തരുണീമണികൾ ചുറ്റിത്തിരിയുകയും ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് തീർച്ച. നല്ല രസമുള്ള കേസാണെങ്കിൽ ആദ്യം മുതലേ അന്വേഷണത്തിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമെന്നറിയാം. അതാണ് ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തിയത്. പൊന്നു ചങ്ങാതി, അതിൽ പരം സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല. ഹോംസിൻ്റെ ഗവേഷണ രീതി കണ്ടു മനസ്സിലാക്കുന്നത് ആദ്യന്തം രസകരമാണ്. നിസ്സാരമെന്ന് തോന്നാമെങ്കിലും യുക്തിപൂർവമായ തെളിവുകളുടെ പിൻബലത്തോടെ പെട്ടെന്ന് പ്രശ്നങ്ങളുടെ കുരുക്കഴിച്ചെടുത്ത് മർമ്മം ഗ്രഹിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വിസ്മയാവഹമാണ്. ഞാൻ ചാടി എണീറ്റ് വസ്ത്രം ധരിച്ചു. 2-3 മിനിറ്റിനുള്ളിൽ തയ്യാറായി. സ്നേഹിതനെ പിന്തുടർന്ന് സ്വീകരണ മുറിയിലെത്തി. അവിടെ ജനാലയ്ക്ക് സമീപം കറുത്ത വസ്ത്രം ധരിച്ച് മൂടുപടം അണിഞ്ഞിരുന്ന സ്ത്രീ ഞങ്ങളെ കണ്ട് എണീറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് മാഡം, ഹോംസ് സസന്തോഷം അഭിവാദ്യം ചെയ്തു. എൻ്റെ പേര് ഷെർലക് ഹോംസ്. ഇതെൻ്റെ ആത്മമിത്രവും സഹപ്രവർത്തകനുമായ ഡോക്ടർ വാട്സൺ. എന്നോട് പറയാനുള്ളതെല്ലാം അതേ സ്വാതന്ത്ര്യത്തോടു കൂടി അദ്ദേഹത്തോടും പറയാം. നിങ്ങൾ വിറയ്ക്കുന്നല്ലോ. മിസ്സിസ് ഹഡ്സൺ നെരിപ്പോട് കത്തിച്ചത് നന്നായി. അതിനോട് കുറെ കൂടി അടുത്തിരിക്കൂ. ഒരു കപ്പ് ചൂട് കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ? തണുപ്പ് കൊണ്ടല്ല ഞാൻ വിറയ്ക്കുന്നത്, തീയുടെ സമീപത്തേക്ക് നീങ്ങിയിരുന്നിട്ട് അവർ പറഞ്ഞു. പിന്നെ പേടികൊണ്ടാണ് മിസ്റ്റർ ഹോംസ്, പേടികൊണ്ട്. അവർ മൂടുപടം മാറ്റി. വലിഞ്ഞു മുറുകിയ വിളറിയ മുഖവും കാതരമിഴികളും അവർ അന്തർക്ഷോഭം കൊണ്ട് വീർപ്പുമുട്ടുകയാണെന്ന് വിളിച്ചറിയിച്ചു. ആ ഭയന്ന നോട്ടം വേട്ടനായുടെ മുമ്പിലകപ്പെട്ട സാധുമൃഗത്തെ ഓർമ്മിപ്പിച്ചു. അവരുടെ രൂപവും പ്രകൃതവും 30 വയസ്സുകാരിയുടേതായിരുന്നെങ്കിലും ക്ഷീണിച്ചു തളർന്ന മുഖഭാവവും അകാല നരയും കൊണ്ട് കൂടുതൽ പ്രായം തോന്നിച്ചിരുന്നു. ഹോംസ് അവരെ ആകപ്പാടെ ഒന്ന് നോക്കി. കുനിഞ്ഞ് കയ്യിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് എല്ലാം നേരെയാക്കാം. രാവിലത്തെ വണ്ടിക്കാണ് വന്നതല്ലേ? അപ്പോൾ അങ്ങേക്ക് എന്നെ അറിയാമോ? അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങളുടെ ഇടത്തെ കയ്യുറയിൽ മടക്കി വെച്ചിരിക്കുന്ന ടിക്കറ്റ് എനിക്ക് കാണാം. വളരെ നേരത്തെ യാത്ര തിരിച്ചതാണെന്ന് തോന്നുന്നു. ഒറ്റ കുതിരവണ്ടിയിൽ കുറേയേറെ സഞ്ചരിച്ചിരിക്കുന്നു സ്റ്റേഷനിൽ എത്താൻ. യുവതി അത്ഭുതപ്പെട്ട് എൻ്റെ സ്നേഹിതനെ നോക്കി. അതിൽ രഹസ്യമൊന്നുമില്ല.
ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഫ്രോക്കിൻ്റെ ഇടത്തെ കൈയിൽ അതാ 7-ലധികം സ്ഥലങ്ങളിൽ ചെളി തെറിച്ച് വീണിരിക്കുന്നു. വളരെ പുതിയ അടയാളങ്ങളാണിവ. കുതിരവണ്ടിയിൽ നിന്നല്ലാതെ ഇങ്ങനെ ചെളി തെറിക്കുകയില്ല, അതും വണ്ടിക്കാരൻ്റെ ഇടതുവശത്തിരിക്കുമ്പോൾ മാത്രം. എന്തായാലും താങ്കൾ പറഞ്ഞത് അപ്പടി ശരി തന്നെ. ഞാൻ 6-ന് മുമ്പ് വീട്ടിൽ നിന്നും തിരിച്ചതാണ്. 20 മിനിറ്റ് കൊണ്ട് ലെതർ ഹെഡിലെത്തി. ആദ്യത്തെ ട്രെയിനിൽ വാട്ടർലൂവിൽ ഇറങ്ങി. സാർ, ഈ പീഡനം ഇനി സഹിക്കാൻ വയ്യ. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ആശ്രയിക്കാൻ ആകെ ഒരാളേ ഉള്ളൂ. പാവം, അയാൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. മിസ്റ്റർ ഹോംസ്, താങ്കളെക്കുറിച്ച് മിസ്സിസ് ഹാരിൻഡോഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് താങ്കൾ വലിയൊരു സഹായം ചെയ്തു കൊടുത്തല്ലോ. അവരാണ് അങ്ങയുടെ മേൽവിലാസം എനിക്ക് തന്നത്. സാർ, ദയവ് ചെയ്ത് എന്നെ കൂടി അങ്ങയ്ക്ക് സഹായിച്ചൂടെ? എന്നെ ചൂഴ്ന്നിരിക്കുന്ന രഹസ്യം അനാവരണം ചെയ്യാൻ അങ്ങയ്ക്ക് കഴിയില്ലേ? അങ്ങയുടെ സഹായത്തിന് പ്രതിഫലം നൽകാൻ ഇന്നത്തെ നിലയ്ക്ക് ഞാൻ അശക്തിയാണ്. എങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ വിവാഹിതയാകും. അന്ന് സ്വന്തമായ ആദായമാർഗം കൈവരുമ്പോഴെങ്കിലും ഞാനൊരു നന്ദി കെട്ടവളല്ലെന്ന് അങ്ങ് മനസ്സിലാക്കും. ഹോംസ് മേശവലപ്പിൽ നിന്നും ചെറിയ ഒരു ഡയറി എടുത്ത് പേജുകൾ മറിച്ചു. ഹാരിൻഡോഷ്, ഞാൻ ഓർക്കുന്നു. ഒരു ശിരോ അലങ്കാരത്തിൻ്റെ പ്രശ്നമായിരുന്നു. വാട്സൺ, നിങ്ങൾ വരുന്നതിന് മുമ്പായിരുന്നു സംഭവം. മാഡം ഭവതിയുടെ സ്നേഹിതയ്ക്ക് ലഭിച്ചതുപോലെ സേവനം നിങ്ങൾക്കും നൽകാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പ്രതിഫലത്തിൻ്റെ കാര്യത്തെ ചൊല്ലി വിഷമിക്കേണ്ട. എൻ്റെ ജോലി തന്നെയാണ് എൻ്റെ പ്രതിഫലം. കേസ് അന്വേഷണത്തിന് വേണ്ടി വരുന്ന ചെലവുകൾ മാത്രം നിങ്ങൾക്ക് തരാൻ കഴിവുണ്ടാകുമ്പോൾ തന്നാൽ മതി. ഇനി കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ കേൾക്കട്ടെ, എന്നിട്ട് വേണം തീരുമാനത്തിലെത്താൻ. എന്തു ചെയ്യാം? ആ സ്ത്രീ വിലപിച്ചു. എൻ്റെ ഭയത്തിനടിസ്ഥാനം തീരെ അവ്യക്തമാണ്. വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള സംശയങ്ങളാണിതെല്ലാം. കേൾക്കുന്നവർക്ക് അവ നിസ്സാരമായി തോന്നും. എൻ്റെ ഏക അവലംബമായ വ്യക്തി പോലും ഇതൊക്കെ ദുർബല മനസ്സിൻ്റെ ഭാവന സന്തതിയാണെന്ന് കരുതുന്നു. അദ്ദേഹം അങ്ങനെ തുറന്നു പറയുന്നില്ലെങ്കിലും ആ മുഖത്ത് നിന്ന് എനിക്കത് മനസ്സിലാകും. മിസ്റ്റർ ഹോംസ്, മനുഷ്യ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ പോലും അടിഞ്ഞുകൂടിയിട്ടുള്ള ദുഷ്ചിന്തകളെ കാണാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ വലയം ചെയ്തിരിക്കുന്ന ആപത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗമെന്താണെന്ന് ഉപദേശിച്ചു തരില്ലേ? ഭവതി പറഞ്ഞോളൂ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പേര് ഹെലൻ സ്റ്റോണർ എന്നാണ്. ചിറ്റപ്പനോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ഇംഗ്ലണ്ടിൽ സ്റ്റോക്ക് മോറാനിലെ പ്രസിദ്ധ കുടുംബമായ റോയിലോട്ടിലെ അവസാനത്തെ അംഗമാണ് അദ്ദേഹം. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോംസ് തലയാട്ടി. പണ്ട് രാജ്യത്ത് ഏറ്റവും ധനികരായിരുന്നു അവർ. വടക്ക് ബർക്ക്ഷയർ വരെയും പടിഞ്ഞാറ് ഹാംഷയർ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന ഭൂസ്വത്ത് അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 4 തലമുറകളിലെ കാരണവന്മാർ ചൂതുകളിച്ചും ദീപാവലി കുളിച്ചും ഒക്കെ നശിപ്പിച്ചു. 200 വർഷം പഴക്കമുള്ള ഒരു മാളികയും ഏതാനും പുരയിടവും മാത്രം ബാക്കിയായി. അതുതന്നെ പണയത്തിലാണ്. ഏറ്റവും ഒടുവിൽ മരിച്ചുപോയ കുടുംബനാഥൻ്റെ ജീവിതം ഇരപ്പാളിയായ മാടമ്പിയുടേതുപോലെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏകപുത്രൻ എൻ്റെ ചിറ്റപ്പൻ മാറിയ പരിതസ്ഥിതികൾക്കനുസരിച്ച് ജീവിക്കാൻ ഉറച്ചു. ഒരു ബന്ധുവിനോട് കുറെ പണം വായ്പ വാങ്ങി. മെഡിക്കൽ ഡിഗ്രി സമ്പാദിച്ച് കൽക്കത്തയിലേക്ക് പോയി. ജോലിയിലുള്ള സാമർഥ്യവും സ്വഭാവ വൈശിഷ്ട്യവും കൊണ്ട് ധാരാളം പ്രാക്ടീസ് നേടി. കഷ്ടകാലമെന്ന് പറയട്ടെ. എന്തോ കളവ് പോയതിൻ്റെ പേരിൽ അന്നാട്ടുകാരായ ഭൃത്യനെ കഠിനമായി മർദ്ദിച്ചു. അവൻ മരിച്ചുപോയി. കഴുമരത്തിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെട്ട ഡോക്ടർ റോയ്ലോട്ട് നീണ്ട ജയിൽവാസം കഴിഞ്ഞ് നിരാശനും മുൻഷുണ്ടിക്കാരനുമായി ഇംഗ്ലണ്ടിലെത്തി. ചിറ്റപ്പൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ബംഗാൾ സൈന്യത്തിലെ മേജർ ജനറൽ സ്റ്റോണറുടെ വിധവയായിരുന്ന മിസ്സിസ് സ്റ്റോണറെ, അതായത് എൻ്റെ അമ്മയെ വിവാഹം ചെയ്തു. അന്ന് 2 വയസ്സായ ഇരട്ടപ്പെട്ട 2 പെൺകുട്ടികൾ അവർക്കുണ്ടായിരുന്നു. ഞാനും എൻ്റെ സഹോദരി ജൂലിയയും. ആണ്ടിൽ 1000 പവനിൽ കുറയാത്ത വരുമാനം അന്ന് അമ്മയ്ക്കുണ്ടായിരുന്നു. ആ വമ്പിച്ച സ്വത്ത് അവർ 2ാം ഭർത്താവിൻ്റെ പേരിലാക്കി. ഞങ്ങൾ കൂടെ താമസിക്കുന്ന കാലത്തോളം ആദായം അദ്ദേഹത്തിനെടുക്കാമെന്നും വിവാഹിതരാകുമ്പോൾ പ്രതിവർഷം ഒരു നിശ്ചിത തുക ഓരോരുത്തർക്കും നൽകണമെന്നുമായിരുന്നു വ്യവസ്ഥ. ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി ഏറെ കഴിയും മുമ്പ് ഒരു റെയിൽവേ അപകടത്തിൽ അമ്മ മരിച്ചു. ഇപ്പോൾ 8 വർഷമായി ചിറ്റപ്പൻ ലണ്ടനിൽ പ്രാക്ടീസ് ആരംഭിക്കാനുള്ള ശ്രമം
മതിയാക്കി ഞങ്ങളെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബമായ സ്റ്റോക്ക് മൊറാനിലേക്ക് പോന്നു. അമ്മയുടെ സമ്പാദ്യം കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി കഴിയാമായിരുന്നതിനാൽ ഞങ്ങൾ അല്ലലില്ലാതെ വളർന്നു വന്നു. ഇക്കാലത്ത് ഇളയച്ചനിൽ ഭയങ്കരമായ ചില മാറ്റങ്ങൾ പ്രകടമായി. വളരെ കാലം അടച്ചുകിടന്ന മാളികയിൽ ആൾപ്പാർപ്പുണ്ടായപ്പോൾ സന്തോഷിച്ച അയൽവാസികളുമായി ഇണങ്ങാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. എപ്പോഴും വീട്ടിൽ അടച്ചിരിക്കും. വല്ലപ്പോഴും പുറത്തിറങ്ങുന്നെങ്കിൽ അത് അയൽക്കാരുമായി ശണ്ട കൂടാൻ മാത്രം. കുടുംബത്തിൽ പൊതുവെ ഉണ്ടായിരുന്ന ക്ഷിപ്രകോപവും അക്രമവാസനയും ഉഷ്ണമേഖലയിലെ ദീർഘകാലവാസം മൂലം അദ്ദേഹത്തിൽ വളരെ കൂടുതലായിരുന്നു. നിരവധി കലാപങ്ങളും കയ്യേറ്റങ്ങളും കേസുകളും ഉണ്ടായി. ഗ്രാമത്തിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ചിറ്റപ്പനെ നാട്ടിലെല്ലാവരും വെറുത്തു. ദേഷ്യം വന്നാൽ എന്തു ചെയ്യാനും മടിക്കാത്ത ആജാനുബാഹുവായ അദ്ദേഹത്തെ കണ്ട് ആളുകൾ ഓടിയൊളിച്ചു തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അടുത്തുള്ള കൊല്ലപ്പണിക്കാരനെ ചിറ്റപ്പൻ ഒരു പുഴയിലേക്ക് തള്ളിയിട്ടു. മറ്റൊരു ക്രിമിനൽ കേസ് ഒഴിവാക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. ചിറ്റപ്പന് കൂട്ടുകാരെന്ന് പറയാൻ അലഞ്ഞു നടക്കുന്ന ചില നാടോടികളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ ആൾക്കാരെ കാടു പിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ കൂടാരമടിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നു. ചിലപ്പോൾ അദ്ദേഹം അവരുടെ കുടിലുകളിൽ പോയി പാർക്കും. ഏതാനും ആഴ്ചകൾ അവരോടൊപ്പം ചുറ്റിത്തിരിഞ്ഞെന്നും വരും. ഇന്ത്യയിലെ വന്യമൃഗങ്ങളോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരു പുള്ളിപ്പുലിയെയും വാലില്ലാ കുരങ്ങിനെയും വളർത്തുന്നുണ്ട്. പറമ്പിൽ സ്വൈര്യവിഹാരം ചെയ്യുന്ന ഈ മൃഗങ്ങളെയും അവയുടെ യജമാനെ പോലെ തന്നെ നാട്ടുകാർ ഒത്തിരി ഭയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ നിന്നും എൻ്റെയും സഹോദരിയുടെയും ജീവിതം അത്ര സുഖകരമല്ലെന്ന് അങ്ങേക്ക് ഊഹിക്കാമല്ലോ. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഭൃത്യന്മാരും ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് വീട്ടുജോലികളെല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരുന്നു. എൻ്റെ സഹോദരി മരിക്കുമ്പോൾ 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എന്നെപ്പോലെ മുടിയൊക്കെ നരച്ചു തുടങ്ങിയിരുന്നു. നിങ്ങളുടെ സഹോദരി മരിച്ചുപോയോ? ഉവ്വ്, 2 വർഷം മുമ്പ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നരകതുല്യമായ ഞങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് പുറത്തുള്ള സമപ്രായക്കാരുമായി സമ്പർക്കം പുലർത്താൻ സൗകര്യം കുറവാണെന്ന് ഊഹിക്കാമല്ലോ. എൻ്റെ അമ്മയുടെ ഒരു സഹോദരി മിസ് ഹോണോറിയ വെസ്റ്റ്ഫെയിൽ ഹാരോയിൽ താമസിച്ചിരുന്നു. അവരെ കാണാൻ മാത്രം ഞങ്ങൾ വല്ലപ്പോഴും പോയിരുന്നു. 2 വർഷം മുമ്പ് ഒരു ക്രിസ്മസിന് ജൂലിയ അവിടെ പോയി. ഒരു നാവിക ഉദ്യോഗസ്ഥനെ അവൾ പരിചയപ്പെട്ടു. അവർ തമ്മിൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ഇളയച്ചൻ എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ വിവാഹത്തിന് 2 ആഴ്ച മുമ്പ് ആ അത്യാഹിതം സംഭവിച്ചു. എനിക്ക് ഈ ലോകത്തിൽ ആകെയുണ്ടായിരുന്ന എൻ്റെ ഉറ്റ ചങ്ങാതി, എൻ്റെ സഹോദരി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കണ്ണുകളടച്ച് കസേരയിൽ ചാരിയിരുന്ന ഹോംസ് കണ്ണു തുറന്ന് സന്ദർശകയെ നോക്കി. ആ സംഭവം വിശദമായി പറയൂ, അദ്ദേഹം പറഞ്ഞു. അതിന് വിഷമമില്ല. അന്നത്തെ ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഞങ്ങളുടെ മാളിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പഴക്കമേറിയതാണ്. അതിൽ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഭാഗത്ത് താഴത്തെ നിലയിലാണ് ബെഡ്റൂമുകൾ. ആദ്യത്തേത് ഡോക്ടർ റോയ് ലോട്ടിൻ്റെയും തൊട്ടടുത്ത് എൻ്റെ സഹോദരിയുടേതും മൂന്നാമത്തേത് എൻ്റേതുമാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കാൻ മാർഗമൊന്നുമില്ല. എല്ലാറ്റിനും പൊതുവായ ഒരു വരാന്തയുണ്ടെന്ന് മാത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ഉണ്ട്, ഹോംസ് പറഞ്ഞു. ഓരോ മുറിയിലും പുറകിലത്തെ മൈതാനത്തിലേക്ക് തുറക്കുന്ന ജനാലകളുണ്ട്. ആ ശപിക്കപ്പെട്ട രാത്രി ഡോക്ടർ റോയിലോട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. എങ്കിലും ഉടനെ ഉറങ്ങാൻ കിടന്നില്ലെന്ന് അദ്ദേഹം പുകച്ചിരുന്ന ചുരുട്ടിൻ്റെ രൂക്ഷഗന്ധത്തിൽ നിന്നും മനസ്സിലായി. അത് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരി കുറേ നേരം എൻ്റെ മുറിയിൽ വന്നിരുന്നു. ആസന്നമായ അവളുടെ വിവാഹത്തിൻ്റെ ഏർപ്പാടുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നു. 11 മണിയായപ്പോൾ അവൾ പോകാനായി എണീറ്റു. വാതിക്കൽ നിന്ന് തിരിഞ്ഞു നോക്കി അവൾ ചോദിച്ചു, ഹെലൻ, രാത്രിയുടെ നിശബ്ദതയിൽ ആരെങ്കിലും ചൂളമടിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞു. നീ ഉറക്കത്തിൽ ചൂളമടിക്കുന്ന ശബ്ദമുണ്ടാക്കാറുണ്ടോ? ഇല്ല. എന്താണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെളുപ്പിന് 3 മണിയോടടുപ്പിച്ച് ആരോ ചൂളമടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഉറക്കത്തിൽ ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞാൻ ഉണരും. എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അടുത്ത മുറിയിൽ നിന്നോ മൈതാനത്തിൽ നിന്നോ ആകാം. നീയും അത് കേൾക്കാറുണ്ടോ എന്നറിയാൻ ചോദിച്ചതാണ്. ഇല്ല, ഞാൻ കേൾക്കാറില്ല. മൈതാനത്തിൽ താവളമടിച്ചിട്ടുള്ള ആ നാടോടികളായിരിക്കും ശബ്ദമുണ്ടാക്കുന്നത്. അത് ശരിയായിരിക്കും.
ഉറക്കത്തിൽ ചെറിയ ശബ്ദം കേട്ടാലൊന്നും ഞാൻ അറിയുകയില്ല. എന്തെങ്കിലുമാകട്ടെ, സാരമില്ല. എന്നെ നോക്കി ചിരിച്ചിട്ട് അവൾ മുറിയിലേക്ക് പോയി. അടുത്ത നിമിഷം താഴിൽ താക്കോൽ തിരിയുന്ന ശബ്ദവും കേട്ടു. നിങ്ങൾ ദിവസവും വാതിൽ അകത്തുനിന്ന് പൂട്ടിയിട്ടാണോ ഉറങ്ങാറുള്ളത്? ഹോംസ് ചോദിച്ചു. അതെ. എന്താണ് അങ്ങനെ? ചിറ്റപ്പൻ്റെ പുലിക്കുട്ടിയും കുരങ്ങും തന്നെയാണ് കാരണം. കതക് പൂട്ടിയില്ലെങ്കിൽ അവ ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാം? അത് ശരി, പിന്നെ ബാക്കി പറയൂ. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഏതോ ആപത്തിനെ ചൊല്ലിയുള്ള അവ്യക്തമായ ഭയം എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. ഇരട്ടപ്പറ്റ സഹോദരങ്ങളിൽ ഒരാളുടെ വികാരം മറ്റേയാളെയും സ്വാധീനിക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ആ രാത്രി പ്രക്ഷുബ്ധമായിരുന്നു. പുറത്ത് ശക്തിയായ കാറ്റ് വീശിയിരുന്നു. തകർത്തു മഴ പെയ്ത് ജനൽപ്പാളികളിൽ ആഞ്ഞടിച്ചു. ആ ബഹളത്തിനിടയ്ക്ക് പെടുന്നെ ഭയന്നു വിറച്ച ഒരു സ്ത്രീയുടെ നിലവിളി ഉയർന്നു. ഞാൻ ചാടി എണീറ്റ് ഒരു ഷാൾ പുതച്ചുകൊണ്ട് വരാന്തയിലേക്ക് ഓടിച്ചെന്നു. വാതിൽ തുറക്കുമ്പോൾ ഒരു ചൂളം വിളി ഉയർന്നു കേട്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കട്ടിയുള്ള ഒരു ലോഹത്തകിട് നിലത്ത് വീണതുപോലെ ക്ലിങ് എന്ന ഒരു ശബ്ദം കേട്ടു.